നമസ്കാരം. ഏവർക്കും അർജുൻ ആൻഡ് അസോസിയേറ്റ്സിൻ്റെ വാസ്തുഭവൻ എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഇതുവരെ വളരെയധികം വാസ്തുവിദ്യ അനുസരിച്ചിട്ട് പൂർണ്ണമായത് തച്ചുശാസ്ത്ര വിധി പ്രകാരം ഞാൻ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചു കൊടുത്ത വീടുകളുടെ വിശേഷങ്ങളാണ് ഈ വീടും പ്ലാനും എന്നുള്ള ഈ സെഗ്മെൻറ്റിൽ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന വീടും വളരെ പ്രത്യേകതയും വിശേഷവും അത് അറിഞ്ഞിരിക്കേണ്ട ഒരു വീട് തന്നെയാണ്. ഈ വീടിൻ്റെ സവിശേഷതകളെപ്പറ്റി നമുക്ക് പരാമർശിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അത് വേറൊന്നുമല്ല, കേരളത്തിൽ മണ്ണടിഞ്ഞുകൊണ്ടിരുന്ന വാസ്തുവിദ്യയും അതുപോലെ തന്നെ കേരളീയ ശൈലിയിലുള്ള നിർമ്മാണവും ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവഗണിക്കപ്പെടുകയും അത് പൂർണ്ണമായിട്ടും വേറൊരു തലത്തിലേക്ക് പോവുകയും ചെയ്ത കാലഘട്ടത്തിലാണ് യാദൃച്ഛികമായിട്ട് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. 1995 ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ കേരളത്തിൽ വാസ്തുവിദ്യ വലിയ പ്രചാരവും ഒന്നും ഇല്ല. പഴയ കാലത്തുള്ള നാലുകെട്ടും തറവാടുകളും കുറേ വീടുകളും അതുപോലെ തന്നെ മനകളും ക്ഷേത്രങ്ങളും ഒക്കെ നിലവിലുണ്ടെങ്കിലും പുതിയതായി അതിനെ ഒന്ന് കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമം ഇല്ലാതെ പോയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ ഇതിലേക്ക് കടന്നു വരികയും വാസ്തുവിദ്യ അനുസരിച്ചിട്ട് 95 മുതൽ 96 വരെ ഞാൻ അതിനകത്ത് ആ കോഴ്സിൽ ചേർന്ന് പഠിക്കുകയും പിന്നെ എൻ്റെ കയ്യിൽ കൂടി പിറവിയെടുത്ത എല്ലാ വീടുകളും ഇന്ന് വരെ പൂർണ്ണമായിട്ടും വാസ്തുവിദ്യ അനുസരിച്ചിട്ടാണ് ഞാൻ പണിതിട്ടുള്ളത്. അതിൻ്റെ വിശേഷങ്ങളാണ് ഓരോ വീടും ഞാൻ നിങ്ങൾ കൂടി പരിചയപ്പെടുത്തുന്നത്. ഇതിൽ രണ്ട് ഉദ്ദേശം എനിക്കുണ്ട്. ഒന്ന്, ഞാൻ ചെയ്ത വീടുകളുടെ ആ ഒരു കാര്യങ്ങൾ അതെങ്ങനെ എത്രത്തോളം കേരളീയ തനിമയും വാസ്തുവിദ്യയും ആധുനിക രീതിയിലുള്ള നിർമ്മാണവും ഞാൻ രണ്ടും ഇടകലർത്തി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഓരോ ആൾക്കാരുടെയും താല്പര്യങ്ങളോട് നോക്കി എന്നാൽ എല്ലാത്തിലും വാസ്തുവിദ്യയുടെ അംശങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് കറക്റ്റായിട്ട് ആ വാസ്തുവിദ്യ എങ്ങനെയാണ് നമ്മൾ ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഒരു ഗൃഹനിർമ്മാണത്തിൽ അത് ഉൾപ്പെടുത്തേണ്ടതെന്നുള്ളത് വ്യക്തമായ ധാരണയോടുകൂടിയാണ് ഞാൻ ഓരോ വീടും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് സമൂഹത്തിൽ നോക്കിയാൽ മനസ്സിലാവും, വാസ്തുവിദ്യയെക്കുറിച്ച് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ധാരാളം പ്രചരണം, ധാരാളം അഭിപ്രായങ്ങൾ ഈ യൂട്യൂബ് ആയാലും ചാനൽ വഴിയും നമ്മൾക്ക് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകുന്നവരുണ്ട്. ഇതല്ല ശരിക്കും വാസ്തുവിദ്യ അനുസരിച്ചിട്ട് നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതിന് ഒരു മറുപടിയും കൂടെയാണ് ഞാൻ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കും അതിൻ്റെ നിർമ്മാണ ശൈലിയിലേക്കും നമുക്ക് കടക്കാം. ഈ വീട് പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഈ വീടിൻ്റെ ചുറ്റളവ് 91 കോൽ പര്യന്ത ചുറ്റായിട്ടാണ് ഇതിൻ്റെ കണക്ക് ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ദീർഘം 23 കോൽ 10 അങ്കുലവും വിസ്താരം 22 കോൽ 2 അങ്കുലവും എന്നുള്ള ഒരളവാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അത് 91 കോൽ ചുറ്റളവിലാണ് ധ്വജനിര കണക്കാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പടിഞ്ഞാറ് ദർശനം, വീട് കിഴക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും വാസ്തുപരമായിട്ട് ഭൂമി ഞാൻ ചെന്ന് കണ്ട് അതിൻ്റെ അത് മുതൽ അതിൻ്റെ ലാൻഡ്സ്കേപ്പ് അതിൻ്റെ അത് ഫ്ലോർ ലെവൽ ചെയ്യുന്നത് മുതൽ ബാക്കി എല്ലാ കാര്യങ്ങളും ശാസ്ത്രവിധി പ്രകാരം പാലിച്ചു കൊണ്ട് പൂർത്തിയാക്കിയ ഒരു നല്ലൊരു വീടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ 3111 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ 2734 സ്ക്വയർ ഫീറ്റും അങ്ങനെ ആകെ 5845 സ്ക്വയർ ഫീറ്റുള്ള ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു വീട് തന്നെയാണ് ഇത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പ്രധാനമായിട്ട് ഉള്ള എന്ന് പറഞ്ഞാൽ ഒരു പോർട്ടിക്കോ, ഒരു പോർച്ച്, കാർ പോർച്ച്, അത് ആ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ അതിൻ്റെ ഗാംഭീര്യം എടുത്ത് കാണിക്കുന്ന രീതിയിൽ ഡബിൾ ഹൈറ്റിൽ ഡബിൾ പില്ലർ കൊടുത്ത് ഡബിൾ ഹൈറ്റിലാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. സിറ്റ് ഔട്ട് കഴിഞ്ഞ് നേരെ കടക്കുന്നത് ലിവിങ് ഹാളിലേക്കാണ്. ആ ലിവിങ് ഹാളിൽ മെയിൻ ഡോർ കഴിഞ്ഞ് ലിവിങ് ഹാളിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ
അളവെന്ന് പറയുന്നത് 4 കോൽ 10 അങ്കുലം 6 കോൽ 2 അങ്കുലം എന്നുള്ള ഒരു കണക്കാണ്. 582 ഇൻറ്റു 414 സെൻറ്റിമീറ്ററിലാണ് ആ ലിവിംഗ് ഹാളിൽ നമ്മൾ അളവ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഒരു നടുമുറ്റം കോർട്ട്യാർഡ്. അത് 5 കോൽ 2 അങ്കുലവും 3 കോൽ 2 അങ്കുലവും ദീർഘചതുരമായിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. അത് കോർട്ട്യാർഡ്. അത് കഴിഞ്ഞിട്ട് സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഒരു സൈഡിൽ ഓഫീസ് റൂം. ഓഫീസ് റൂമിൻ്റെ അളവാണെങ്കിൽ 4 കോൽ 10 അങ്കുലവും 6 കോൽ 20 അങ്കുലം. സെൻറ്റിമീറ്റർ പറയുകയാണെങ്കിൽ 438 സെൻറ്റിമീറ്റർ ഇൻറ്റു 318 സെൻറ്റിമീറ്ററാണ് ആ ഓഫീസ് റൂമിൻ്റെ ചുറ്റളവ്. ഓഫീസ് റൂം കഴിഞ്ഞിട്ട് നമ്മൾ വലതുവശത്ത് ഒരു ഡ്രോയിങ് ഹാളുണ്ട്. ആ ഹാൾ അതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 5 കോൽ 14 അങ്കുലവും 6 കോൽ 14 അങ്കുലമുള്ള ഒരു ചുറ്റളവാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റിമീറ്റർ പറഞ്ഞാൽ 402 ഇൻറ്റു 474 സെൻറ്റിമീറ്ററാണ് ആ ഡ്രോയിങ് ഹാളായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ആ സ്പേസിലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് കാണുന്നത് ഡൈനിങ് ഹാളാണ്. അതിൻ്റെ അളവാണെങ്കിൽ 5 കോൽ 18 അങ്കുലവും 6 കോൽ 2 അങ്കുലം എന്ന് പറഞ്ഞാൽ 438 ഇൻറ്റു 414 എന്നുള്ള ഒരു കണക്കിലാണ് ഡൈനിങ് ഹാൾ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2 ബെഡ്റൂമാണ് താഴെ ഉള്ളത്. ഒന്നാമത്തെ ബെഡ്റൂം 4 കോൽ 18 അങ്കുലവും 5 കോൽ 10 അങ്കുലവും. സെൻറ്റിമീറ്റർ പറയുകയാണെങ്കിൽ 342 സെൻറ്റിമീറ്റർ ഇൻറ്റു 392 സെൻറ്റിമീറ്ററാണ് ആ ബെഡ്റൂമിൻ്റെ അളവ്. രണ്ടാമത്തെ ബെഡ്റൂം 5 കോൽ 10 അങ്കുലം ഇൻറ്റു 6 കോൽ 18 അങ്കുലം എന്നുള്ള ഒരു കണക്കാണ് അതിന് കൊടുത്തിരിക്കുന്നത്. സെൻറ്റിമീറ്റർ ആണെങ്കിൽ 390 ഇൻറ്റു 414 എന്നുള്ള ഒരു കണക്കാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കോർട്ട്യാർഡിൻ്റെ വശത്തായിട്ട് ഒരു സാമാന്യം വലുപ്പമുള്ള ഒരു ലിവിങ് ഹാളും ഉണ്ട്. അതിൻ്റെ അളവാണെങ്കിൽ 5 കോൽ 14 അങ്കുലം 6 കോൽ 6 അങ്കുലം എന്ന് പറഞ്ഞാൽ 402 ഇൻറ്റു 450 എന്നുള്ള അളവാണ് അതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് വരുന്നത് കിച്ചണാണ്. കിച്ചൺ 4 കോൽ 10 അങ്കുലം 6 കോൽ 2 അങ്കുലം എന്നുള്ളൊരു കണക്കാണ്. അതിൻ്റെ സെൻറ്റിമീറ്റർ ആണെങ്കിൽ 318 ഇൻറ്റു 438 സെൻറ്റിമീറ്റർ എന്നുള്ള ഒരു അളവ് അതിനും കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്റ്റോറ്, ഒരു സർവൻറ്റ് റൂം, ഒരു കോമൺ ടോയ്ലറ്റ് ഇത്രയും കൂടെ ചേർന്നാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് മുറികളുടെ ശാസ്ത്രീയ അളവുകളും അതിൻ്റെ രീതിയും. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നേരെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ ഒരു നല്ല സ്റ്റെയർ അവിടെ കാണിച്ചിട്ടുണ്ട്. ആ സ്റ്റെയർ പൂർണ്ണമായിട്ട് മരം കൊണ്ട് പിന്നെ കംപ്ലീറ്റ് അതിൻ്റെ സ്റ്റെപ്പ് അടക്കം മരത്തിൽ പൂർത്തിയാക്കിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വരുമ്പോൾ അവിടെ വരുന്ന മുറികളുടെ കണക്കെന്ന് പറഞ്ഞത് മൊത്തം 5 ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ളത്. ആ ഓരോ ബെഡ്റൂമും കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ തച്ചുശാസ്ത്ര അളവുകൾ ഉൾപ്പെടുത്തി അതിന് സ്ഥാനം നോക്കിയിട്ടാണ് ആ ഓരോ റൂമും അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് 4 കോൽ 10 അങ്കുലവും 6 കോൽ 2 അങ്കുലവും എന്നുള്ളൊരു കണക്കാണ്. അത് 318 സെൻറ്റിമീറ്റർ ഇൻറ്റു 438 സെൻറ്റിമീറ്ററാണ് ആദ്യത്തെ ബെഡ്റൂം. രണ്ടാമത്തെ ബെഡ്റൂം 5 കോൽ 14 അങ്കുലം ഇൻറ്റു 6 കോൽ 14 അങ്കുലം എന്നുള്ള ഒരു കണക്കാണ് 402 ഇൻറ്റു 476 സെൻറ്റിമീറ്റർ. മൂന്നാമത്തെ ബെഡ്റൂം ആണെങ്കിൽ 5 കോൽ 10 അങ്കുലം 4 കോൽ 18 അങ്കുലം. അപ്പോൾ 390 ഇൻറ്റു 342 എന്നുള്ള ഒരു കണക്ക് അത് വരുന്നുണ്ട്. പിന്നെ വന്ന് മാസ്റ്റർ ബെഡ്റൂമാണ്. അത് 7 കോൽ 10 അങ്കുലവും 6 കോൽ 12 അങ്കുലം എന്നുള്ള ഒരു കണക്കിലാണ് അത് വരുന്നത്. 534 ഇൻറ്റു 348 സെൻറ്റിമീറ്ററിലാണ് അതിൻ്റെ കണക്ക് വരുന്നത്. പിന്നെ ഒരു ബെഡ്റൂം ഉള്ളത് 6 കോൽ 2 അങ്കുലം ഇൻറ്റു 4 കോൽ 18 അങ്കുലം എന്നുള്ള ഒരു ബെഡ്റൂം കൂടെ ഒരു കോമൺ ഇതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത്രയാണ് അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ. പിന്നെ ഒരു ഫാമിലി ലിവിങ് സ്പേസും ഒരു ബാൽക്കണിയും കൂടി ഈ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. അങ്ങനെ ഒരു വളരെ വിശാലമായിട്ടുള്ള വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു വീടാണ് ഇന്ന് നാം ഈ കാണുന്നത്. ഇതുവരെ നമ്മൾ ഈ വീടിൻ്റെ വാസ്തുപരമായ അളവുകളും അതിൻ്റെ കാര്യങ്ങളാണ് പരാമർശിച്ചത്. ഇനി അതിൻ്റെ നിർമ്മാണ ശൈലിയിൽ ഞാൻ അതെന്തൊക്കെയാണ് അതിൻ്റെ നിർമ്മാണ ശൈലിയിൽ ഞാൻ തുടർന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ പറമ്പിൽ എന്നാൽ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ തന്നെ അറിയാം. അതിന് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ഇത് പൂർണ്ണമായിട്ടും കേരളീയ ശൈലിയിലല്ല, കേരളത്തിൻ്റെ ആ ഒരു ശൈലിയും കൊളോണിയൽ ശൈലിയും കൂടി ഇടകലർത്തി
ഞാൻ ചെയ്ത ഒരു നല്ല വീടാണ്. അപ്പോൾ ഈ വീട്ടിൻ്റെ നിർമ്മാണ ശൈലിയെപ്പറ്റി നമ്മൾ ആദ്യം പരിശോധിക്കുമ്പോൾ കാണുന്നത് ഫ്രണ്ട് പോർഷൻ നമ്മൾ കാണുമ്പോൾ അറിയാം. അതിൽ 2 സംസ്കാരവും നമ്മളെ കേരളീയ വാസ്തുവിദ്യയും തച്ചുശാസ്ത്രവും അതിൻ്റെ നിർമ്മാണ ശൈലിയും അതോടൊപ്പം വിദേശത്തുള്ള കൊളോണിയൽ സംസ്കാരവും കൂടി ഇടകലർത്തി അതും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു നിർമ്മാണ ശൈലിയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൻ്റെ മുറ്റം റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അതിമനോഹരമായിട്ടൊരു ഒരു ശരിക്കും തലയെടുപ്പുള്ള ഒരു കൊട്ടാരം പോലെ തോന്നിക്കുന്ന ഒരു നല്ല വീട് തന്നെയാണ്. ആ റോഡ് അതുവഴി പോയാലും ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു എലിവേഷൻ, ഗാംഭീര്യത്തോടു കൂടിയുള്ള എലിവേഷനാണ്. അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഒരു കാർ പോർച്ച്, അത് ഡബിൾ ഹൈറ്റിൽ ഡബിൾ പില്ലർ കൊടുത്താണ് അത് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നേരെ കയറുന്ന ഒരു സിറ്റ് ഔട്ടാണ്. ആ സിറ്റ് ഔട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതും ഓരോന്നും ഇതിനോട് പിന്നെ പ്രൗഢി തോന്നിക്കുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം പോയിരിക്കുന്നത്. ആ സിറ്റ് ഔട്ട് മൊത്തത്തിൽ വുഡ് പാനലിംഗ്, തേക്കും തടി കൊണ്ടുള്ള വുഡ് പാനലിംഗ് ചെയ്ത് അതിൽ അത് മനോഹരമായിട്ട് അത് ആയിട്ടുണ്ട്. പിന്നെ അടുത്ത് എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഡോറാണ്. മെയിൻ ഡോറ് നമ്മൾ സാധാരണ ഞാൻ ചെയ്യുന്ന എല്ലാ വീടുകളും തേക്കിൻ തടി കൊണ്ടുള്ള കൊത്തുപണിയോടുകൂടിയ മെയിൻ ഡോറാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് വളരെ കാര്യമായിട്ട് വളരെ സ്ട്രോങ്ങോട് കൂടി ചെയ്ത ഒരു പ്രത്യേകതരം ഡോറാണ്. അത് ഈ വീട്ടിൻ്റെ വേറൊരു പ്രത്യേകതയും കൂടെയാണ്. അതിന് ഉദ്ദേശം അതിൻ്റെ ഉടമസ്ഥൻ വിദേശത്ത് പിന്നെ ഒരുപാട് കാലം വിദേശത്ത് UK അടക്കമുള്ള ഒരു സ്ഥലത്ത് താമസിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം കൂടെ ഉൾപ്പെടുത്തി അദ്ദേഹം അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു മെയിൻ ഡോറാണ് ഇതിൽ കാണുന്നത്. അത് കഴിഞ്ഞ് ചുറ്റും തേക്കിൻ്റെ വുഡ് പാനലിംഗ് കൊടുത്ത് അത് നല്ല ഭംഗിയായി അത് അലങ്കരിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ പ്രത്യേകതകളെടുത്ത് പറയുമ്പോൾ അതിൻ്റെ നിർമ്മാണ ശൈലിയിൽ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഏറ്റവും ഭംഗി കൂടുന്നത് അതിൻ്റെ വുഡ് വർക്ക് തന്നെയാണ്. ആ വുഡ് വർക്കിൻ്റെ ഓരോ പ്രത്യേകത പറയുമ്പോഴും ഒന്ന് അതിൻ്റെ ജനൽ വാതിലുകൾ ആർച്ച് ടൈപ്പിലുള്ള ജനൽ വാതിലാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതിലും നമുക്ക് ചെയ്യാവുന്നിടത്തോളം നല്ല രീതിയിലുള്ള കൊത്തുപണിയും ആ ഒരു പോർഷനിലൊക്കെ അത് ചെയ്ത് അത് മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ സിറ്റ് ഔട്ട് മുതൽ അതിൻ്റെ പൂജാമുറി വരെയുള്ള ഓരോ പണികളും തേക്കിൻ തടിയിൽ മനോഹരമായിട്ട് നമ്മുടെ പഴയ കാലത്തുള്ള കേരളീയ ശൈലിയിലുള്ള കൊത്തുപണിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് അതിനെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കോർട്ട് യാർഡിൻ്റെ 4 പില്ലറായാലും അതിൻ്റെ സൈഡിൽ വരുന്ന 4 ബ്രാക്കറ്റ് കൊടുത്തിട്ട് അതിൽ വരുന്ന കൊത്തുപണിയും ചാരുപടി എല്ലാം തന്നെ ഒന്നിനൊന്ന് നമ്മളുടെ ഒരു പ്രൗഢി വിളിച്ചു തോന്നുന്ന തരത്തിലുള്ള ഒരു നിർമ്മാണ ശൈലിക്കാണ് ഞാൻ ഇതിനകത്ത് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സിറ്റൗട്ടിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും മരം കൊണ്ടുള്ള ആ ഒരു കൊത്തുപണിയും അതിൻ്റെ സീലിംഗ് വർക്കായിരുന്നാലും ചാരുപടിയായാലും ഇരിക്കാനുള്ള ഒരു സൗകര്യം എല്ലാം കൈവരിയൊക്കെ തന്നെ അത് ഓരോന്നും ഒന്നിനൊന്ന് ഭംഗി തോന്നിക്കുന്ന തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലുള്ള ജോയിനറി വിൻഡോസ് എൻ്റെ ജനൽ വാതിലുകളെല്ലാം തന്നെ ഒരു ആർച്ച് ടൈപ്പിൽ ആ ഒരു ശരിക്കും ഒരു നല്ല ഒരു പ്രൗഢിയോടുകൂടി ആ വീട് കാണത്തക്ക രീതിയിൽ ആർച്ച് ടൈപ്പിലുള്ള ജോയിനറി ജനൽ വാതിലുകളാണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ അതിൻ്റെ പുറമേയുള്ള കാഴ്ചയിൽ ഈ പില്ലറിലൊക്കെ തന്നെ കോർണീസ് വർക്ക് നമ്മൾ ഡിസൈൻ വർക്കുകൾ ചെയ്ത് അതും നമ്മൾ ആ ഒരു കൊളോണിയൽ സ്റ്റൈലിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ബോർഡർ വർക്കുകളൊക്കെ കൊടുത്ത് അതും ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് നേരെ പോകുന്ന നടുമുറ്റമാണ്. ആ നടുമുറ്റത്തിൽ നമുക്കൊരു എന്താ പറയുക വെറുതെ ഒരു നടുമുറ്റം പണിയല്ല, അതിനെ എത്രത്തോളം മനോഹരമായിട്ട് നമുക്കത് ഒരു പിന്നെ വീട്ടിനകത്ത് കയറുമ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടുന്ന രീതിയിലുള്ള ഒരു നടുമുറ്റമാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓരോ പോർഷൻ നമ്മൾ അതിനകത്ത് അതിൻ്റെ പില്ലർ മുതൽ അതിൽ കാണുന്ന സൈഡിൽ വരുന്ന ഇതെല്ലാം കൊത്തുപണി കേരളീയ നമ്മളെ ശൈലിയിലുള്ള കൊത്തുപണി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കേരള തനിമയും കേരളീയ ശൈലിയും വിദേശ നമ്മൾ കൊളോണിയൽ സ്റ്റൈലും കൂടെ യോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു രീതിയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നടുമുറ്റം ശ്രദ്ധിക്കുമ്പോൾ അത് തന്നെ ആ വീട്ടിൻ്റെ ഏറ്റവും ഒരു ആകർഷണ കേന്ദ്രമാണ്. അതിൻ്റെ വുഡ് വർക്ക് അത്രയും മനോഹരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. 4 ചുറ്റും പില്ലർ കൊടുത്ത് അതിൻ്റെ 4 പില്ലർ കൊടുത്തു അതിൻ്റെ 4 ചുറ്റും ഒരു കൊത്തുപണിയോടുള്ള പഴയ കാലത്ത് നമ്മൾ
മനകളിൽ കണ്ട് ശീലിച്ച ആ ഒരു വർക്ക് അതിനകത്ത് അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ചെന്ന് നടുമുറ്റത്തായാലും ഇരിക്കാനുള്ള ചാരുപടി, ഇതൊക്കെ ഒന്നിനൊന്ന് നമുക്ക് എടുത്ത് പറഞ്ഞ് നമ്മൾ ഇത് കാണിക്കാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിനകത്തൊരു പൂജാമുറി, ഫസ്റ്റ് ഫ്ലോറിൽ ഒരു പൂജാമുറിയുണ്ട്. ആ പൂജാമുറിയിലെ നിർമ്മാണവും നമുക്ക് അതിനോടനുബന്ധിച്ചുള്ള അതിൻ്റെ മെയിൻ ഡോർ, അതിൻ്റെ ഡോറായിരുന്നാലും അതിൽ ചെയ്തിരിക്കുന്ന കൊത്തുപണിയും വളരെ ഒരു നല്ല രീതിയിലുള്ള ഒരു ശൈലിയിലാണ് ഞാൻ അത് പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ വീടിനെ സംബന്ധിച്ച് ഒരു നല്ല വീട് എന്നുള്ള രീതിയിൽ വാസ്തുവിദ്യ പൂർണ്ണമായിട്ട് പാലിച്ചുകൊണ്ട് ഞാൻ 2012 പൂർത്തിയാക്കിയ ഒരു വീടാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഒരു കാര്യം കൂടി ഞാൻ എല്ലാവരുടെയും ശ്രദ്ധപ്പെടുത്തുന്നു. എനിക്ക് ഞാൻ ഇതുപോലെ ചെയ്ത അനേകം വീടുകൾ ഇനി എനിക്കുണ്ട്. അത് ഓരോ ആഴ്ചയിൽ നമ്മൾ ഇതുപോലെ ഓരോ വീട് പരിചയപ്പെടാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതിന് നിങ്ങൾ വേണ്ട പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ യൂട്യൂബ് കാണുന്ന ഈ വീടുകൾ കാണുന്നവർ കൃത്യമായിട്ടും എനിക്കൊരു പ്രോത്സാഹനം തരുന്നതിന് വേണ്ടി അത് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ പൂർണ്ണമായിട്ടും ഒരു കാര്യം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് മാത്രം കേരളത്തിൽ തുടങ്ങിയ 95 മുതൽ ഈ 2025 വരെ ഞാൻ അത് മാത്രം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് വാസ്തുവിദ്യ എന്താണെന്നും അതിൻ്റെ മേന്മ എന്താണെന്നും എനിക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് ഞാൻ ആദ്യം തിരഞ്ഞെടുത്ത വഴി ഇതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വാസ്തുവിലേക്ക് ഞാൻ വരുന്നുണ്ട്. അത് വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു വാസ്തുവിദ്യ എന്താണെന്നും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നും ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടെന്നും അതിൽ നിന്ന് നമുക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.